മാർ ജെയിംസ് പഴയാറ്റിൽ വിശുദ്ധിയുടെ ആത്മാചാര്യനായിരുന്നുവെന്ന് ബിഷപ്പ് മാർ പോളി കന്നുകാടൻ. രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ജെയിംസ് പഴയാറ്റിലിന്റെ 8ാം ചർമ്മവാർഷികത്തിന് സ്മരണ പുതുക്കി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ബലിക്കിടെ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. രൂപതയുടെ ആരംഭം മുതൽ വിശ്വാസദൃഢതയോടും ഏറെ പ്രസരിപ്പോടെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്താണ് അദ്ദേഹം രൂപതയെ പടുത്തുയർത്തിയതെന്നും എല്ലാം നവീകരിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് 32 വർഷം ഇരിങ്ങാലക്കുട രൂപതയുടെ ആത്മീയ ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ പുത്തൻ ഉണർവിന്റെ പാതയിൽ മാർ പഴയാറ്റിൽ രൂപതയെ നയിച്ചതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. വികാരി ജനറൽമാരായ മോൺസന്യോർ ജോസ് മാഞ്ഞാളി, മോൺസന്യോർ ജോസ് മാളികയ്ക്കൽ, മോൺസന്യോർ വിൽസൺ ഇരത്തറ, കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ തുടങ്ങിയവർ സഹകർമ്മികരായി. രൂപതയിലെ ഇടവകകളിൽ നിന്നുള്ള പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളും വൈദികരും സന്യസ്തരും പങ്കെടുത്തു. ദിവ്യബലിക്ക് ശേഷം ഖബറടത്തിൽ നടന്ന ശുശ്രൂഷകൾക്കും ബിഷപ്പ് മാർ പോളി കന്നുകാടൻ നേതൃത്വം നൽകി. ഏറ്റവും സുരക്ഷിതമായ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അനേക ലക്ഷം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് വേദനാജനകമാണെന്ന് വരാപ്പുഴ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. ഈ ഭൂമിയുടെ ശബ്ദവും വെളിച്ചവും അനുഭവിക്കാനുള്ള ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതാണ് പ്രോലൈഫ് പ്രവർത്തനമെന്ന് KCBC പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവസംരക്ഷണ യാത്രയ്ക്ക് വരാപ്പുഴ അതിരൂപതയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവസംരക്ഷണ സന്ദേശയാത്രാ ടീമിൽ KCBC പ്രോലൈഫ് സമിതിയുടെ ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർ പറമ്പിൽ, പ്രസിഡന്റ് ജോൺസൺ C. എബ്രഹാം, ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ, ആനിമേറ്റർ സാബു ജോസ്, വൈസ് ക്യാപ്റ്റൻ മാർട്ടിൻ യൂനസ്, മജീഷ്യനും ജോയിന്റ് കോർഡിനേറ്ററുമായ ജോയ്സ് മുക്കുടം എന്നിവർ ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 10 തൃശൂരിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ മുന്നോടിയായി KCBC പ്രോലൈഫ് സമിതി നടത്തുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് ജീവസംരക്ഷണ സന്ദേശയാത്ര ജൂലൈ 2 കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നുമാണ് ആരംഭിച്ചത്. ആഗോള സമൂഹത്തിന്റെയും ഭരണകൂടങ്ങളുടെയും ശക്തമായ എതിർപ്പിനെ വകവയ്ക്കാതെ പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയെ മോസ്കാക്കി മാറ്റിയതിൽ ഉത്തരവിൽ തുർക്കി പ്രസിഡന്റ് തായിബ് എർദാൻ ഒപ്പുവെച്ചിട്ട് ഇന്നേക്ക് 4 വർഷം. 2020 ജൂലൈ 10 ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ അതുർക്കി ഹാഗിയ സോഫിയെ നിയമവിരുദ്ധമായി മ്യൂസിയമാക്കി മാറ്റിയതെന്ന് ഇസ്ലാമിക നിലപാടുകൾക്ക് മുൻതൂക്കം നൽകുന്ന തുർക്കിയിലെ പരമോന്നത കോടതിയായ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദേവാലയത്തെ മോസ്കാക്കി മാറ്റാനുള്ള ഉത്തരവിൽ എർദാൻ ഒപ്പുവെച്ചത്. 1500ഓളം വർഷം പഴക്കമുള്ള ദേവാലയം മുസ്ലിം പള്ളിയാക്കി മാറ്റരുതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും തീവ്ര ഇസ്ലാം മത ചിന്താഗതി പുലർത്തുന്ന തുർക്കി പ്രസിഡന്റ് ഇതിനെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു. ഭരണകൂട സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടിയതിന് രാജ്യത്തുനിന്ന് പുറത്താക്കിയ ബിഷപ്പ് റൊണാൾഡോ അൽവാരിസ് പിൽക്കാലത്ത് ആരംഭിച്ച കത്തോലിക്ക റേഡിയോ സ്റ്റേഷൻ നിക്കരാഗോ സർക്കാർ അടച്ചുപൂട്ടി. റേഡിയോ മരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന റേഡിയോ സ്റ്റേഷൻ അടച്ചുപൂട്ടാനും സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും നിക്കരാഗോ ഏകാധിപത്യ ഭരണകൂടം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉത്തരവിട്ടത്. കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള നിക്കരാഗോയിലെ അവശേഷിക്കുന്ന ചുരുക്കം ചില മാധ്യമങ്ങളിൽ ഒന്നായിരുന്നു റേഡിയോ മരിയ. 2018 ഭരണകൂടത്തിനെതിരെ നടന്ന ബഹുജന പ്രതിഷേധത്തിനിടെ വൈദികർ മധ്യസ്ഥരായി പ്രവർത്തിച്ചതിനു ശേഷം അധികാരികൾ റേഡിയോ സ്റ്റേഷന് നേരെ വേട്ടയാടൽ നടപടികൾ ആരംഭിച്ചിരുന്നു. 2021 മെയ് മാസത്തിൽ മെയ്തേയികളും കുക്കികളും തമ്മിലുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മണിപ്പൂരിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഇംഫാലെ കത്തോലിക്ക അതിരൂപത ഭവന പുനരധിവാസ പദ്ധതി ആരംഭിച്ചു. ക്രിസ്ത്യാനികളായ 600ഓളം കുക്കി വംശീയർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. കുടിയിറക്കപ്പെട്ടവരിൽ 3/4 ആളുകൾ ഇപ്പോഴും സംസ്ഥാനത്ത് തന്നെയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം 5 പേർ അയൽ സംസ്ഥാനമായ മിസോറാമിലേക്കും ബാക്കിയുള്ളവർ നാഗാലാൻഡിലേക്കും അസമിലേക്കും 45,000 പേർ കിങ്പോങ് ജില്ലയിലും അഭയം പ്രാപിച്ചു. ചന്ദേൽ ജില്ലയിലെ സെന്റ് ജോസഫ് ഇടവക സുവിൽ നിന്നുള്ള കത്തോലിക്കർക്കായി പുനരധിവാസ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്.